ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തടി കുറഞ്ഞും മെലിഞ്ഞും സ്ട്രെയിറ്റ് ഹെയറും ഉള്ളവർക്കുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ എൻ്റെ ഹെയർ നല്ലപോലെ ഓയിലിയാണ്. അപ്പം നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാന്ന്. പിന്നെ എൻ്റെ ഹെയർ ഇത്തിരി ഉള്ളില്ലാത്ത ടൈപ്പാണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, അധികം ഉള്ളില്ലാത്ത ടൈപ്പാണ്. നീളം മാത്രമേ ഉള്ളൂ, അധികം ഉള്ളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഹെയറിനെ നമുക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കി നോക്കാം. അതും ഒരു വോളിമൈസ് ചെയ്ത് നിൽക്കണ വിധത്തിൽ. ഞാൻ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം ഈ ഒരു പീസ് ഇങ്ങനെ എടുക്കണം. ഇത് ഓയിലില്ലാത്ത മുടിയാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ ഓയിലായിട്ടുണ്ട് കുറച്ചല്ല, നല്ലവണ്ണം ഞാൻ എണ്ണ തേച്ച് കുളിക്കണ ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഓയിൽ വരാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം അഥവാ ഓയിലൊക്കെ ഉള്ള മുടിയാണ്, ഉള്ളില്ലാത്ത മുടിയാണെങ്കിൽ നമുക്ക് ഇതിനെ ഈ ഒരു പോർഷൻ എടുത്തല്ലോ, ഇതിൻ്റെ ബാക്ക് ഭാഗം നമുക്കൊന്ന് ഇങ്ങനെ ഇരി കൊടുക്കാം, ബാക്കോട്ടേക്ക്. അപ്പം അവിടെ ഒന്ന് ചെട പിടിക്കും. ചെട പിടിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇങ്ങനെ ബാക്കോട്ടേക്ക് ഇരി കൊടുക്കാം. ഇങ്ങനെ ഇരുമ്പോൾ ആ ബാക്ക് ഭാഗം ഈ ഒരു പോർഷൻ ചെട പിടിക്കും നന്നായിട്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി ഉള്ളു കിട്ടും. അങ്ങനെ നമുക്ക് ഇത് ഓരോന്ന് ഇങ്ങനെ പിരിക്കാം. കണ്ടോ, ഇങ്ങനെ പിരിച്ച് ഇപ്പം ഇത് കണ്ടോ, ഇതെങ്ങനെ ഇരിക്കും. ഈ ഓരോരോ പോർഷൻ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കണം. അപ്പം എൻ്റെ ഇവിടുത്തെ ഒരു ലൈൻ അറിയാത്ത എന്താണെങ്കിൽ ഞാൻ നന്നായി ഓയിൽ തേച്ചിട്ടുണ്ട് ഹെയറിൽ. കണ്ടോ, ഈ ഒരു രീതിക്കാണ് നമ്മുടെ ഹെയർ നിൽക്കുക. നമുക്ക് ഇത്രയും ഒരു വോളിമൈസ് ആയി നിൽക്കും. അപ്പം ഈ ഒരു ഭാഗം തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ. അപ്പം ഈ ഉള്ളില്ലാത്ത മുടി നമുക്ക് പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകുമ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് വോളിയം ചെയ്യണ വിധത്തിൽ നമുക്കതൊന്ന് സ്റ്റൈൽ ചെയ്യാൻ പറ്റും, തീരെ ഉള്ളില്ലാത്തവർക്ക് കേട്ടോ. അപ്പം ഈ രണ്ട് ഭാഗവും നമ്മളിങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഒരുവിധം ഒന്നും വോളിയമായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതെൻ്റെ നന്നായി ഒട്ടി നിൽക്കണ ഹെയർ. അത് ഈ ബാക്കിയുള്ള ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും, നന്നായി ഒട്ടി നിൽക്കണ ഹെയർ എൻ്റെ. പക്ഷെ ഇതൊരു വിധം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് വന്ന് നിന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അഴിച്ചിടരുത് ഒരിക്കലും, കാരണം ഇത്ര ഉള്ളൂ. അപ്പം നമ്മൾ അഴിച്ചിടരുത്. അപ്പം നമുക്കൊരു ഐഡിയ ചെയ്യാം. അപ്പം ഈ ഹെയറിനെ ഞാൻ മെടഞ്ഞിട്ടെടുക്കുന്നുണ്ട്. മെടഞ്ഞെടുത്തിട്ട് നമുക്കിത് അമ്മക്കെട്ട് പോലെ റോൾ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റിലും മുല്ലപ്പൂ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു സാരിയൊക്കെ കൊടുക്കുമ്പോൾ തടി കുറഞ്ഞിരിക്കണവരായാലും ഇത്തിരി ഒരു ഏജ് തോന്നിക്കണ പോലെയൊക്കെ തോന്നും. ചെറുപ്പം പിള്ളേരെ കാര്യമാണെന്ന് പറഞ്ഞാൽ തീരെ തടിയില്ലാത്തവരുണ്ടല്ലോ, ഞാനൊക്കെ. അപ്പോൾ അവർക്കൊക്കെ അപ്പം ഈ ഹെയർ നമുക്ക് ഇങ്ങനെ മെടഞ്ഞെടുത്തിട്ട് ഇതിന് അമ്മക്കെട്ട് മാതിരി റോൾ ചെയ്യാം. ഞാൻ ഫുൾ ലെങ്ത് ഇങ്ങനെ മെടഞ്ഞെടുക്കണ്ട. കണ്ട, ഈ മെടഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാതിന് ഇത്രയേ ഉള്ളൂ. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഈ ഹെയറിനെ നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കണം. എത്രത്തോളം ഇത് റോൾ ചെയ്യാൻ പറ്റണം അതേമാതിരി നല്ല വൃത്തിയിൽ എടുക്കുക. കാരണം ഈ ബാക്ക് ഭാഗം നമ്മൾ കാണുന്ന പോർഷനാണല്ലോ. അപ്പോൾ വൃത്തിയിൽ നന്നായി ഇത് റോൾ ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ബാക്കിൽ ഇരിക്കുക. ഇനി ഈ ബാക്കിലേക്ക് ഞാൻ പ്ലാസ്റ്റിക് മുല്ലാണ് വെക്കുന്നത്. എൻ്റെ ഡാൻസിൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ആയിരുന്നു. നിങ്ങളുടെ മറ്റേ ഫ്ലവർ വെച്ചാലും മതി. ഹെയർ വാഷ് ചെയ്ത് രാവിലെ അമ്പലത്തിൽ പോണ നേരത്ത് ഹെയർ ഒട്ടിയിട്ട് തന്നെ ഇരിക്കുക നമ്മുടെ. അപ്പോൾ ആ നേരത്തൊക്കെ പരീക്ഷിക്കാം നമുക്ക്. കാരണം എത്ര ഒന്ന് വോളിമൈസ് ചെയ്ത് നിൽക്കും. കാരണം രാവിലെ നമ്മൾ കുളിക്കണ നേരത്ത് ആ എണ്ണ ഉണ്ടായാലില്ലെങ്കിലും നമ്മൾ ആ നന പോലെ നമ്മൾ കെട്ടി വെക്കുമ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുക. ഏത് കുളിമേടൊക്കെ കെട്ടുമ്പോൾ ഇങ്ങനെ വന്ന് കിടക്കും. ഈ കോലമുടിയുടെ കാര്യം പറഞ്ഞാൽ എൻ്റെ നല്ല കോലമുടിയാണ്. പക്ഷേ ഈ ഹെയർ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇത്തിരി ഒന്ന് വോളിമൈസ് അത് നിൽക്കും. അപ്പം നമുക്ക് തന്നെ ഒരു വൃത്തി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യണമെന്നാണ് സാരിക്കൊപ്പം എല്ലാത്തിൻ്റെ ഒപ്പം. കുറച്ച് കൂടുതൽ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ കാണത്തക്ക വിധത്തിൽ വെച്ചാൽ മതി. അപ്പോൾ സെറ്റാവും. അപ്പോൾ സെറ്റായിട്ടുണ്ട്.
ബാക്ക് ഭാഗം കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.